എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ടാസ്ക് തെങ്ങ് വൃത്തിയാക്കലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറിയൊരു തെങ്ങാണ്. അപ്പോൾ ഞാൻ ഈ തെങ്ങ് ഇങ്ങനെ എല്ലാ ആഴ്ചയിലും ഒക്കെ വൃത്തിയാക്കി ഒരു 9 തെങ്ങുണ്ട് കേട്ടോ. ആ 9 തെങ്ങിലേക്ക് പറ്റാവുന്ന തെങ്ങുകളൊക്കെ ഏണി വെച്ചിട്ടും നിലത്ത് നിന്നിട്ടൊക്കെ വൃത്തിയാക്കാൻ പറ്റുന്നതൊക്കെ ഞാനിങ്ങനെ വൃത്തിയാക്കും. ഓരോ ആഴ്ച അല്ലെങ്കിൽ ഓരോ മാസമൊക്കെ കൂടുമ്പോൾ നമുക്ക് പറ്റുന്ന സാഹചര്യം പോലെയും ഒഴിവ് കിട്ടും പോലെയാണ് കേട്ടോ. തെങ്ങ് വൃത്തിയാക്കി കഴിഞ്ഞാൽ തെങ്ങിന് വളരെ നല്ലതാണ്. അപ്പോൾ വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ചുവട്ടിലൊക്കെ വളവും കാര്യങ്ങളൊക്കെ ഇടുക. പിന്നെ എന്താ വെച്ചാൽ അത് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് അങ്ങനെയുള്ള സംഭവങ്ങൾ, ചാണകമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തെങ്ങിന് വളരെ നല്ലതാണ്. അപ്പോൾ ഞാനിന്ന് ഇവിടെ തെങ്ങൊക്കെ വൃത്തിയാക്കിയിട്ട് പിന്നെ ലേശം വളമൊക്കെ ഇട്ട് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വർക്കൊക്കെ തുടങ്ങി വെച്ചിരിക്കുന്നത്. അപ്പോൾ തെങ്ങ് വൃത്തിയാക്കാൻ ചില ആൾക്കാർക്കൊന്നും ചെറിയ ഈ കുഞ്ഞ് തെങ്ങൊക്കെ വീട്ടിലുണ്ട്, ചില ആൾക്കാർ വൃത്തിയാക്കില്ല. അപ്പോൾ വൃത്തിയാക്കുക ഇങ്ങനെയാണ് കേട്ടോ. ഈ കൊച്ചടയും കാര്യങ്ങളൊക്കെ വെച്ച് ചെത്തി കളയുക, തൂങ്ങി നിൽക്കുന്ന പട്ടയൊക്കെ വെട്ടി കളയുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ്, എനിക്ക് അങ്ങനെയാണ് അറിയുക. ഇനിയിപ്പോൾ അങ്ങനെ അറിയാത്ത ആൾക്കാർ ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ കൃഷിനെ സ്നേഹിക്കുന്ന ആൾക്കാരെല്ലാവരും നമ്മളതിനെ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ നല്ല രീതിയിൽ നമ്മളതിനെ അറിയിപ്പിക്കുക. അപ്പോൾ നമ്മൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താണ്ട് വെച്ചാൽ അതൊക്കെ നമ്മൾ മാറ്റം വരുത്തും. അപ്പോൾ എല്ലാവരും കട്ട സപ്പോർട്ട് നമുക്ക് വേണം. അപ്പോൾ ഓക്കെ, എന്നാൽ ബൈ. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.